ഓച്ചിറ ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ്. ദേശീയപാത നിർമ്മാണം നിലച്ചതും ദീർഘവീക്ഷണമില്ലായ്മയുമാണ് ഓച്ചിറ നിലവിൽ നേരിടുന്ന പ്രതിസന്ധി. കൊല്ലം, ആലപ്പുഴ ജില്ലകളെ വേർതിരിക്കുന്ന ഓച്ചിറ ഏറെ വികസന സാധ്യതയുള്ള പ്രദേശമാണ്. ഓച്ചിറയെ കീറിമുറിച്ച് കടന്നുപോകുന്ന ദേശീയപാതയുടെ നവീകരണമാണ് ഇപ്പോൾ ഓച്ചിറയെ ദുരിതമുഖത്തേക്ക് തള്ളിവിടുന്നത്. നിലവിൽ നിർമ്മാണം നിലച്ചത് സാധാരണക്കാരെ ഉൾപ്പെടെ സാരമായി ബാധിക്കുന്ന സ്ഥിതിയാണ്. ഓച്ചിറയിലെ ഒരു ശാപമായി മാറിയിരിക്കുന്ന ഈ ഹൈവേയുടെ പണി വർഷങ്ങളായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 5 വർഷത്തെ മേലെയായി നമ്മുടെ ബൈപ്പാസ് റോഡ് ഉണ്ടായിരുന്നു. നമ്മുടെ ഓച്ചിറയിലെ ടൗണിലെ തിരക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു റോഡായിരുന്നു ബൈപ്പാസ് എന്ന് പറയുന്നത്. അത് പുതിയ ഹൈവേക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ട് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 5 വർഷം കൊണ്ട് ഏതാണ്ട് ഇപ്പം 2 വർഷം കൊണ്ട് എഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വണ്ടികളും, അതായത് എറണാകുളം പോകുന്നതായാലും തിരുവനന്തപുരം പോകുന്നതായാലും സർവ്വ വണ്ടികളും വരുന്നത് നമ്മുടെ ബൈപ്പാസ്, അതായത് നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡിൽ കൂടാണ്. ജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന സമയത്തിലാണ് ഇപ്പോൾ പള്ളിയിലേക്കും അമ്പലങ്ങളിലേക്കും മറ്റുള്ള മാർക്കറ്റിലേക്കും പോകാനുള്ള ആകപ്പാടുള്ള റോഡിനകത്ത് എല്ലാ വണ്ടികളും വന്ന് എന്നും വാഹനക്കുരുക്കുകളും അപകടങ്ങളും ആണ്. സാംസ്കാരികവും ചരിത്രപരവുമായി ഏറെ പ്രാധാന്യമുള്ള ഭൂമികയാണ് ഓച്ചിറ. ദേശീയപാത വികസനം ഓച്ചിറയുടെ വികസനത്തിന് ഏറെ മുതൽക്കൂട്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. മണ്ണിട്ടുയർത്തി നിർമ്മിക്കുന്ന ഉയരപ്പാതയുടെ നിർമ്മാണം പ്രതിഷേധങ്ങൾക്ക് കാരണമായി. പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ആക്ഷൻ കൗൺസിൽ രൂപം കൊണ്ടു. സമരങ്ങൾ ഏറെ നടന്നു. നിലവിൽ സമാന്തര പാതകൾ ഉണ്ടായിട്ടും ഗതാഗതം തിരിച്ചുവിടാതെ നിർമ്മാണ കമ്പനി യാത്രക്കാരെയും നാട്ടുകാരെയും വെല്ലുവിളിക്കുന്നു. ടൗൺ എന്ന് പറയുമ്പോൾ നാഷണൽ ഹൈവേയുടെ പുതിയ പണിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുണ്ടാകുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ഓച്ചിറ പഞ്ചായത്ത് നിവാസികളാണ്. കാരണം നമുക്ക് ഈ ഓച്ചിറ പഞ്ചായത്തിലെ പുതിയ ഹൈവേ പോകുന്ന സ്ഥലം, അവിടെ 2 അപ്രോച്ച് റോഡുകളുണ്ട്. അതിന്റെ പണി പൂർത്തീകരിച്ച് അതുവഴി ഗതാഗതം തിരിച്ചു വിട്ടായിരുന്നുവെങ്കിൽ ഈ ഗതാഗത കുരുക്കിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമായിരുന്നു. പക്ഷേ തീർത്തും ഒരു നിഷേധാത്മകമായ നിലപാടാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ ഇതിന്റെ കോൺട്രാക്ട് എടുത്തിട്ടുള്ള വിശ്വസനീയതയും ഈ സമൂഹത്തോട് കാണിക്കുന്നത്. അതിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കവേ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെട്ടു. വെള്ളക്കെട്ട് ജനങ്ങളെ ബാധിക്കുന്ന സ്ഥിതി. വീണ്ടും പ്രതിഷേധമുയർന്നു. ദേശീയപാത നിർമ്മാണം പൂർണ്ണമായി നിലച്ചു. സർവീസ് റോഡുകൾ നിർമ്മിച്ച് ഗതാഗതം സുഗമമാക്കാൻ കമ്പനി തയ്യാറായില്ല. എല്ലാ വാഹനങ്ങളും പഴയ ദേശീയപാത വഴി കടന്നുപോകാൻ തുടങ്ങിയതോടെ ഓച്ചിറയ്ക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലാതെ വീർപ്പുമുട്ടുന്നു. ഓച്ചിറ വളരെ പുരാതനമായ ക്ഷേത്രമാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ധാരാളം ഉത്സവങ്ങളുള്ള ഒരു നാടാണ്. ഈ ഓച്ചിറയിലെ ഗതാഗത പ്രശ്നങ്ങളും അതുപോലെ ഭക്തജനങ്ങൾക്ക് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നതിനും സൗകര്യമൊരുക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഓച്ചിറയിൽ മണ്ണിട്ടുയർത്തിയ സംവിധാനമല്ല ദേശീയപാതയിൽ വേണ്ടത്, പില്ലർ എലിവേറ്റഡ് ഹൈവേ ആണ്. അങ്ങനെയാകുമ്പോൾ അനേക വർഷങ്ങളായിട്ട് ഇവിടെ എത്തിച്ചേരുന്ന ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും വിശാലമായി ഈ പാലത്തിന്റെ താഴ്ഭാഗം യാത്ര ചെയ്യാൻ ഉപയോഗിക്കാം എന്നുള്ള കരുതലോടുകൂടിയാണ് ഞങ്ങൾ ഈ സമരത്തിന് മുന്നിട്ടിറങ്ങിയത്. പക്ഷേ സമരം ചെയ്യുന്നതിനൊപ്പം ഞങ്ങൾ ഈ വിഷയങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അതുപോലെ കേരള മുഖ്യമന്ത്രിക്കും മറ്റെല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളെ അറിയിച്ചിട്ട് പോലും നാളിതുവരെയായിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അടുത്ത 3 മാസം കഴിയുമ്പോൾ ഓച്ചിറയിലെ പ്രധാന ഉത്സവമായ ഓച്ചിറക്കളി വരികയാണ്. ഈ ഓച്ചിറക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാദേശത്തു നിന്നും കരക്കാർ ഈ ഉത്സവ നഗരിയിലേക്ക് എത്തിച്ചേർന്ന് കഴിയുമ്പോൾ ഇവിടെ വലിയ ജനനിബിഡമായിട്ട് മാറും. ഇപ്പോൾ തന്നെ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. കിഴക്കൻ നാടുകളിൽ നിന്നുള്ള വെള്ളക്കെട്ട് ഓച്ചിറ രൂക്ഷമായി വരുന്ന ഈ സമയത്ത് തന്നെയാണ് ഈ ഓച്ചിറക്കളി ഇവിടെ നടക്കുന്നത്. ഈ ഓച്ചിറക്കളി സമയത്ത് വരുന്ന ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ ഗതാഗത പ്രശ്നങ്ങളില്ലാതെ ക്ഷേത്രത്തിലേക്ക് വരാനോ യാതൊരു മാർഗവുമില്ല. നിർമ്മാണം ഇനിയും വൈകാനാണ് സാധ്യത. നിർമ്മാണം എന്ന് പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ നിർമ്മാണ കമ്പനി കൈമലർത്തുന്നു. ഇതാകട്ടെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഉൾപ്പെടെ ബാധിക്കുന്നു. ബൈപ്പാസ് വഴി പോയിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ വണ്ടികള്, ഈ ഓടപണി കാരണം അതും ആ വണ്ടികൾക്കും പോകാൻ പറ്റുന്നില്ല. അതും നമ്മുടെ ഓച്ചിറ ടൗണിൽ കൂടെയാണ് പോകുന്നത്. അത് വളരെ വലിയൊരു ഗതാഗത കുരുക്കും അതോടൊപ്പം തന്നെ വലിയ അപകടങ്ങളും ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു പ്രീമിയർ ജംഗ്ഷന് ചൂനാട് റോഡിലോട്ട് പോകുന്ന അവിടെ ഒരു അണ്ടർപാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അണ്ടർപാസിൽ ഒരു മഴ മാനത്ത് കണ്ട അവിടെ വെള്ളക്കെട്ടാണ്. പാതി വഴിയിൽ നിർമ്മാണം നിലച്ചതോടെ ഇനി എന്തെന്ന ചോദ്യവും ബാക്കി. പില്ലർ എലിവേറ്റഡ് ഹൈവേക്കായുള്ള കാത്തിരിപ്പിന് ഒടുക്കമുണ്ടാകുമോ എന്ന ചോദ്യവും ബാക്കി.
ഉയരപ്പാത മൺതിട്ടയിൽ ഉയർന്നാൽ ഓച്ചിറയ്ക്ക് പ്രതിസന്ധി മാത്രമേ ഉണ്ടാകൂ. ഉണ്ടാക്കാമെന്നും പറയും പല വ്യക്തികളും വന്നിട്ട് പോലും നമ്മുടെ ഈ റോഡിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ കഴിയുന്നില്ല. അതുപോലെ ഈ അടുത്ത സമയത്ത് കല്ലുമുക്കിനുള്ള ഒരു മേശരി വന്ന് ഈ ഓടയിൽ വീണ് 4-5 ദിവസത്തോളം കിടന്നിട്ട് പോലും ഓച്ചിറ പോലീസിനായാലും അല്ലാത്ത പോലീസുകാർക്കായാലും നാട്ടുകാർക്കായാലും കണ്ടെത്താനൊക്കാത്ത ഓടയിൽ കിടന്ന ഒരു മൃതദേഹം ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു ഭാഗത്തോട്ടൊന്ന് കടക്കണമെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വേണ്ടിവരും. കാരണം ഈ ഹൈവേയുടെ റോഡ് ഇത്രയും വൃത്തിഹീനമായി കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു യാത്രക്കാർക്കും അമ്പലത്തിൽ വരുന്നവരായാലും പള്ളിയിൽ വരുന്നവരായാലും ഈ ഓച്ചിറ ടൗണിലോട്ട് എന്തെങ്കിലും സാധനം വാങ്ങാമായിരുന്നവർക്കായാലും വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. ആക്ഷൻ കൗൺസിലിന്റെ രൂപം കൊള്ളൽ നിർമ്മാണം നിലയ്ക്കാൻ കാരണമാണോ എന്ന ആശങ്കയും ഒരു കൂട്ടർ ഉയർത്തുന്നുണ്ട്. നിർമ്മാണം വേഗം പുനരാരംഭിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കാരണം യാത്രാ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ആവശ്യകതയ്ക്കും മീതെയല്ല ഒരു ഉയരപ്പാതയും കെട്ടി ഉയർത്തേണ്ടത്. നമ്മുടെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ റോഡ് സംബന്ധമായിട്ട്, അതായത് ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറെ കാലമായി ഓച്ചിറയും ഓച്ചിറയുടെ പരിസരവും ആ പണികൾ സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അടിപ്പാത നിർമ്മാണവുമായി കുറെ ആൾക്കാർ ജനങ്ങൾ കൂടി എല്ലാം അപേക്ഷയും കാര്യങ്ങളും ഒക്കെ കൊടുത്തെങ്കിലും അതും പണിക്ക് വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനുപരി ഓച്ചിറ അപ്പുറത്തെ ഹൈവേ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഓച്ചിറ ടൗണ് കേന്ദ്രീകരിച്ച് റോഡ് വളരെ ബ്ലോക്കായ അവസ്ഥയിലും അപകടങ്ങൾ കൂടി വരുന്ന ഒരവസ്ഥയിലും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.